അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹോദരങ്ങളെ, നിങ്ങൾ തംബ്നെയിൽ കണ്ടിട്ടുണ്ടാവും അതിൽ എഴുതിയ ചില വാചകങ്ങൾ. നമ്മുടെ ഈ കാലങ്ങളിൽ യൂട്യൂബേഴ്സ് പല യൂട്യൂബേഴ്സുകളും അതുപോലെ തന്നെ പല സംവിധാനങ്ങൾ യൂസ് ചെയ്യുന്നവരിൽ പല ആൾക്കാരും എന്തെന്നില്ലാതെ അവർക്കോ മറ്റുള്ളവർക്കോ ഒരാൾക്കും തന്നെ ഉപകാരം ചെയ്യാത്തതിൻ്റെ പിറകെ പോയി കണ്ട് വീഡിയോ എടുക്കുന്നത് കാണാം. അതിൻ്റെ ചില എന്താ പറയുക ഓപ്ഷനുകളാണ് ഞാൻ പറഞ്ഞത്. ചില ആൾക്കാർ, അതായത് അവരെന്ത് ചെയ്യുന്നു അത് ഒപ്പിയെടുക്കുക, നാട്ടുകാരെ കാണിക്കുക. അതായത് മറ്റുള്ളവരെന്താണ് അവരുടെ അവസ്ഥ എന്നാണ്. ഇപ്പോൾ ഒരാൾ ഗർഭിണിയായി, ഉടനെ ഇന്നാടുന്ന നടി ഗർഭിണിയായിരിക്കുന്നു, അല്ലെങ്കിൽ ഇന്നാടുന്ന നടി പ്രസവിച്ചു, അവൾ പ്രസവിച്ചു പോലും, അവൾ ഗർഭിണിയായി പോലും, നാട്ടുകാർക്ക് അതിൽ എന്ത് ലഭിക്കാനാണ്? അപ്പൊ അതിലൂടെ ആൾക്കാർ ഇത് കാണുമ്പോൾ ഇതെന്തോ ഉണ്ട് എന്ന് തോന്നിയിട്ടായിരിക്കും കാണുന്നത്. അതെന്താണ്, പ്രസവിച്ചത് ഒരു അത്ഭുതമാണ് ആണോ? അല്ലല്ലോ, അതൊരു അത്ഭുതമല്ല. അത് ലോകത്തെല്ലായിടത്തും നടക്കുന്നതാ. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു നടി, ഉദാഹരണത്തിന് ഇപ്പം ഞാൻ പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ആരെങ്കിലും ആവട്ടെ, നടിയുടെ പേരൊന്നും നമുക്ക് പറയണ്ടല്ലോ, ആരെങ്കിലും ആവട്ടെ, ഗർഭിണിയായി എന്ന് പറഞ്ഞാൽ ഉടനടി അവിടെ പിക്ചർ വെച്ചു ഗർഭിണിയായിരിക്കുന്നു. ചിലപ്പോൾ പിറ്റേ ദിവസം തന്നെയായിരിക്കും വേറൊരു നടിയുടെ പേര് പറഞ്ഞിട്ട് പ്രസവിച്ചിരിക്കുന്നു. അതുപോലെ ചില തമ്പനയിലുകൾ കാണാൻ സാധിച്ചിട്ടുണ്ട്. അതായത് ഒരാൾ ഗർഭിണിയായി, ഒരാൾക്ക് കുട്ടിയെ കിട്ടിയിരിക്കുന്നു. അവൾ ഗർഭിണിയായിട്ട് ഇവൾക്കെങ്ങനെ കുട്ടി കിട്ടി? അതിന് താഴെ പോകുന്ന കമന്റുകളൊക്കെ അങ്ങനെയാണ്. എൻ്റെ സഹോദരങ്ങളെ, ജനങ്ങളിലേക്ക് നിങ്ങൾ ഒന്നുകിൽ എൻജോയ്മെന്റ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് അറിവിനെ നിങ്ങൾ നൽകുക, ഉപകാരപ്രദമായത്. മറ്റുള്ളവരുടെ ജീവിതത്തിന്റെ പിറകെ പോയിക്കൊണ്ട് അവരുടെ ഓരോ രംഗങ്ങളും അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളും ഒപ്പിയെടുത്തിട്ട് അതിൽ ചില ഒന്നിനും കൊള്ളാത്ത ചില ആൾക്കാരുണ്ട്. വീട്ടുകാർക്ക് പോലും വേണ്ടാതെ നമ്മൾ സ്വതന്ത്രരായി എന്ന് പറഞ്ഞു നടക്കുന്ന ലെസ്ബിയൻസ് ആയ ആൾക്കാരൊക്കെ ഉണ്ട്. അവരെ പിറകിൽ ഇങ്ങനെ നടക്കുക. എന്നിട്ട് അവരോട് ചോദിക്കുക അവരുടെ അവസ്ഥകൾ. അവർ പറയാം നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിരിക്കുന്നു. എങ്ങനെ? മാതാപിതാക്കള്, മറ്റുള്ള കുടുംബക്കാര്, നാട്ടുകാർ, എല്ലായിടത്തും നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിരിക്കുന്നു. ഇനി അവരൊന്നും നമുക്ക് പേടിക്കണ്ട, നോക്കണ്ട, നമ്മൾ ആരും നിയന്ത്രിക്കാനില്ല, നമ്മൾ ഫുൾ പാറി പറക്കാൻ എന്നൊക്കെ പറയാൻ അവരുടെ കാര്യങ്ങൾ അതൊക്കെ ഒപ്പിയെടുത്ത് ഞാൻ നേരത്തെ ഒരു വീഡിയോ കാണുന്ന സമയത്ത് അവരുടെ പിറകെ പോയിട്ട് അവര് ഓരോ രംഗങ്ങൾ, അവിടെ ഇരിക്കുന്നത്, ഇവിടെ നിൽക്കുന്നത്, എന്നിട്ട് അവിടെ പോയിട്ട് കുറെ ചോദ്യങ്ങൾ, ഇങ്ങനെയുള്ള ഒരു ഉപകാരവുമില്ലാത്ത, അല്ലെങ്കിൽ ഒരാൾക്കും അതുകൊണ്ട് നേട്ടമില്ലാത്ത, അല്ലെങ്കിൽ എൻജോയ്മെന്റ് പോലും ഇല്ലാത്ത കാര്യങ്ങൾ ഒപ്പിയെടുത്തുകൊണ്ട് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത് അത് ഒരു എന്താ പറയുക, ശരിക്കും നല്ലതല്ല. അതൊക്കെ ഒഴിവാക്കപ്പെടേണ്ടതാണ്. എത്രയോ കണ്ടന്റുകളുണ്ട്, എത്രയോ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റിയതുണ്ട്. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ യാത്ര പോകുന്നത്, നിങ്ങളുടെ ജീവിത ചുറ്റുപാടിൽ കാണുന്ന ജനങ്ങൾക്ക് പഠിക്കാനുള്ളത്, ഇതൊക്കെ കൊടുക്കുമ്പോൾ, അതിലേക്ക് എൻജോയ്മെന്റ് ഉള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അതൊക്കെ ഓക്കെയാണ്. അല്ലാതെ ആർക്കും വേണ്ടാത്ത, അല്ലെങ്കിൽ ആരെയും വേണ്ടാതെ നടക്കുന്ന ആൾക്കാർ അവരുടെ ഇമോഷൻസും മറ്റു കാര്യങ്ങളൊക്കെ ചോദിച്ചറിയിക്കുക, ഇതൊക്കെ നിർത്തേണ്ടതാണ്. മാത്രവുമല്ല, ഇതുപോലെയുള്ള ആൾക്കാരുടെ വീഡിയോസുകളൊക്കെ നിങ്ങൾ എടുത്തെങ്ങാണ്ട് കൊടുക്കുമ്പോൾ പല ചെറിയ കുട്ടികളും പഠിക്കുന്നതും നമുക്കും ഇങ്ങനെ ആവാം എന്നുള്ളത് എത്രയൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ മാറ്റാൻ ശ്രമിക്കുക. നാഥൻ തുണക്കട്ടെ.